പുതിയ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിൽ. പ്രവാസി യുവതിയുടെ പരാതിയിൽ പാലക്കാട്ടെ ഹോട്ടലിൽ വെച്ച് അർദ്ധരാത്രിയാണ് കസ്റ്റഡിയിലെടുത്തത്. 6 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി. വലിയ പ്രതിഷേധമാണ് MLAക്കെതിരെ ആശുപത്രി പരിസരത്തുണ്ടായത്. DYFI BJP പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കനത്ത പോലീസ് സാന്നിധ്യത്തിലാണ് രാഹുലിനെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കിയത്. രാഹുലിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, ആശുപത്രിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടു. മണിക്കൂറുകളോളം നീണ്ട നാടകീയ രംഗങ്ങൾ. അതിനിടയിൽ കനത്ത പ്രതിഷേധം, തൂക്കിവിളിയും പോലീസുമായി ഉന്തും തള്ളും. അതിനിടയിൽ ഏറെ പണിപ്പെട്ട് രാഹുലിനകത്തേക്കും പുറത്തേക്കും ഇറക്കി ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നു. ഇനിയുള്ള സാധ്യതകൾ, നീക്കങ്ങൾ, വിശദാംശങ്ങൾ. പ്പെടുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് രാവിലെ ഇന്ന് പുലർച്ചയോടുകൂടെ അറസ്റ്റ് ചെയ്ത് തുടർന്ന് പത്തനംതിട്ടയിലേക്ക് എത്തിച്ചത്. പത്തനംതിട്ട എയർ ക്യാമ്പിലായിരുന്നു എത്തിച്ചത്. 4:20 എയർ ക്യാമ്പിൽ എത്തിക്കുകയും തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ നേരിട്ട് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്തത്. ഈ പൂങ്കുഴലിൽ തന്നെയായിരുന്നു ചോദ്യം ചെയ്യലൊക്കെ നയിച്ചുകൊടുത്തത്. 11:20 വരെ തുടരുകയും തുടർന്നാണ് രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. സമാനതകളില്ലാത്തൊരു പ്രതിഷേധം തന്നെ അവിടെ രാഹുലിന് നേരെ ഉണ്ടായി. DYFI പ്രവർത്തകർ ഒരു വശത്തും മറ്റൊരു വശത്ത് BJP പ്രവർത്തകരും ധരിച്ചു കൂടിക്കൊണ്ട് ഒരു പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. രാഹുലുമായി വാഹനം പത്തനംതിട്ട ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി എത്തിക്കുന്ന അതേസമയം തന്നെ ആ വാഹനത്തിന് മുന്നിൽ ചാടി വീണ് അതിനെ തടയുന്നു. തുടർന്ന് വളരെ ശ്രമപ്പെട്ട് കൂടുതൽ പോലീസ് എത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞത്. ഏകദേശം 1.5 മണിക്കൂറിലധികം നീണ്ടു നിന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ ചെലവഴിച്ച സമയം 1.5 മണിക്കൂറിലധികമായിരുന്നു. അരമണിക്കൂർ കൊണ്ട് തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയെങ്കിൽ പോലും അവിടെ നിന്ന് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനാണ് വലിയൊരു സമയം എടുത്തത്. അതിനുശേഷം പുറത്തേക്ക് ഇറക്കുമ്പോൾ തന്നെ വലിയൊരു പ്രതിഷേധം വീണ്ടും ഉണ്ടാകുന്നു. രാഹുലിന്റെ വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് പ്രതിഷേധം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്തായാലും രാഹുലിനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വെട്ടിപ്പുറത്ത് അതിന് സമീപത്ത് 1 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത്. അവിടേക്ക് എത്തിച്ച് ഇപ്പോൾ തുടർന്ന് അതായത് റിമാൻഡ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു കേസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു നടപടിക്രമത്തിലേക്ക് ആയിരിക്കും കോടതിയും കടക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ജയിലിലേക്ക് മാറ്റണം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു ആവശ്യം. ഈ കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി കസ്റ്റഡിയിലേക്ക് വാങ്ങി മറ്റ് ചോദ്യം ചെയ്യലൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ പോലും അന്വേഷണ സംഘത്തിന് അത് തന്നെയായിരിക്കും പ്രധാനമായി എളുപ്പമാകുന്ന ഒരു കാര്യം. പത്തനംതിട്ട ജില്ലയിലെ ഒരു പരാതിക്കാരിയാണ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെയാണ് പാലക്കാട് നിന്നും അറസ്റ്റിലായതിന് പിന്നാലെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരികയും തുടർ ചോദ്യം ചെയ്യലൊക്കെ നടത്തുകയും ചെയ്തത്. ചോദ്യം ചെയ്യലിനോട് ഒരു തരത്തിലൊരു നിസ്സഹരണം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വന്നു പോകുന്നത്. ആദ്യം ചോദിച്ചപ്പോൾ അത് തനിക്ക് പരാതിക്കാരിയുമായി തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പിന്നാലെ വന്ന ആരോപണങ്ങളെ, പരാതിയിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം തന്നെ രാഹുൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു, അതിനെ നിഷേധിക്കുന്നു. മാത്രമല്ല ഉപദ്രവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു. നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്താനായിട്ട് താൻ അത്തരത്തിൽ ഫോഴ്സ് ചെയ്തതായുള്ള പരാതി വരുന്നു, അതിനെ നിഷേധിക്കുന്നു. ഇതിനെല്ലാം വീണ്ടും ഇത്തരത്തിൽ കൗണ്ടർ ചോദ്യങ്ങളെല്ലാം വരുന്ന സമയത്ത് എല്ലാം എന്റെ വക്കീൽ മറുപടി നൽകും, അല്ലെങ്കിൽ അത്തരത്തിൽ അഭിഭാഷകൻ മറുപടി നൽകുമെന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു പറഞ്ഞത്. അന്വേഷണ സംഘത്തെ ഒരു പ്രധാന ബുദ്ധിമുട്ടും അത് തന്നെയായിരുന്നു. ഒരു കാര്യത്തിനും കൃത്യമായി മറുപടി നൽകാതെ ഇത്തരത്തിൽ ഒരു നിസ്സഹകരണം പാലിച്ച് പോവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇനിയും അധിക സമയം തുടരേണ്ട, അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ചോദ്യം ചെയ്യൽ ഇത്തരത്തിൽ നിസ്സഹകരണം തുടർന്നത് കൊണ്ട് തന്നെ കോടതിയെ അക്കാര്യം ഉൾപ്പെടെ അറിയിച്ചുകൊണ്ടായിരിക്കും ഈ റിമാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കുക. അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അതിനുശേഷമാണ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത്. വൈദ്യ പരിശോധനയിലും അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, പത്തനംതിട്ട ആശുപത്രിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ഒരു ഘട്ടത്തിൽ ആശുപത്രിക്കുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടായി. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിലാണ് 1.5 മണിക്കൂർ നീണ്ടുനിന്നതിന് ശേഷം ആശുപത്രിയിൽ നിന്ന് വലിയ ഒരു പോലീസ് സുരക്ഷയോടുകൂടെ തന്നെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത്, പ്രതികരണം ചോദിക്കുന്ന സമയത്ത് രാഹുൽ ഒന്നിനും മറുപടി നൽകാൻ പോലും തയ്യാറായിരുന്നില്ല. വാഹനത്തിലേക്ക് അയക്കുന്നു. ഇവിടെ മജിസ്ട്രേറ്റിന് മുന്നിൽ, കോടതിക്ക് മുന്നിൽ, മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് ഹാജരാക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിന്റെ അഭിഭാഷകൻ സ്വാഭാവികമായും ജാമ്യാപേക്ഷ അത് സമർപ്പിക്കുകയും ചെയ്യും. അവർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം തന്നെ ഇനിയാണ് നമുക്ക് അറിയാൻ കഴിയുക. എന്തായാലും
ഇത്രയും എത്തി നിൽക്കുന്നു. മൂന്നാമത്തെ കേസിലാണ്. 2 കേസുകളിൽ നിന്നും മുൻകൂർ ജാമ്യത്തിന് രൂപത്തിൽ രക്ഷപ്പെട്ടുവെങ്കിൽ ഇതാ മൂന്നാമത്തെ ആ ഒരു കേസിൽ രാഹുൽ തീർത്തും അറസ്റ്റ്, അതായത് ഒരു മുൻകൂട്ടി യാതൊരു ധാരണയുമില്ലാതെ ആയിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം തന്നെയാണ് ഈ അറസ്റ്റിലേക്ക് വഴിവെച്ച സംഭവങ്ങളിൽ വ്യക്തമാകുന്നത്. ഒറ്റയ്ക്ക് പാലക്കാട് ഒരു ഹോട്ടൽ മുറിയിലായിരുന്നു. അവിടേക്ക് എത്തുന്നു. ആ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ എല്ലാം മൊബൈൽ ഫോൺ ഉൾപ്പെടെ മാറ്റുകയും ചെയ്യുന്നു. തുടർന്നാണ് രാഹുലിന്റെ മുറിയിലേക്ക് എത്തുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നത്. അതിന് മറ്റേ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ തന്നെ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടൊപ്പം പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ 4:20 പത്തനംതിട്ടയിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ആദ്യ 2 കേസുകളിൽ പരാതികളിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ്. ഇപ്പോൾ ഈ വിദേശത്ത് നിന്നും ഈ പോലീസിലേക്ക് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ മൊഴി രേഖപ്പെടുത്തിയ സമയത്ത് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ ഈ ഒരു ഇമെയിൽ വഴിയും സന്ദേശം ലഭിച്ച കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അധികം വൈകാതെ നേരിട്ട് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നോ നാളെയോ തന്നെ പരാതിക്കാരി തിരികെ എത്തുകയും നേരിട്ട് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യ മൊഴി നൽകുകയും ചെയ്യും. പിന്നാലെ പോലീസും വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ, യെസ്, അപ്രതീക്ഷിതമായാണ് ഒരു മൂന്നാമത്തെ കേസ് പൊങ്ങി വന്നത്. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു കേസ് വരുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല. അതിനുള്ള തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് പൊങ്ങി വന്നാൽ നേരത്തെ 1ഉം 2ഉം കേസുകളിൽ കാണിച്ചതുപോലെയുള്ള നീക്കങ്ങൾക്കോ സമയം നൽകാതെ അങ്ങനെയുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയുള്ള നീക്കം. അതിനോടൊപ്പം ഇന്നലെ അർദ്ധരാത്രി 12:30 മണിയോടുകൂടി പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാകുന്നു. അഭിഭാഷകരോട് സംസാരിക്കാൻ പോലുമുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നതായിരുന്നു ചിത്രം. അങ്ങനെ പോലീസുമായി പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു. AR ക്യാമ്പിലേക്ക് എത്തുന്നു. ഇന്ന് രാവിലെ 5 മണിയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യലാണ്. പക്ഷേ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടും ഈ കേസുമായി ഇത് ബന്ധപ്പെട്ട് കാര്യമായി ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് മൊഴിയായി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ രാഹുൽ പോലീസിനോട് പറഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നുവച്ചാൽ പൂർണ്ണാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘവുമായി ഇതുവരെ സഹകരിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നു. റിമാൻഡിൽ വിടാൻ തന്നെയാണ് സാധ്യത. ലിജോ തുടരുന്നുണ്ട്. ലിജോ, അങ്ങനെയെങ്കിൽ റിമാൻഡിൽ വിട്ടതിന് ശേഷം തിരുവനന്തപുരം ജയിലിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുകയാണ്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തുടർ നീക്കങ്ങളും പ്രധാനമാണ്. അഭിഭാഷകരെ മജിസ്ട്രേറ്റിനടുത്ത് ഹാജരാക്കുമ്പോൾ തന്നെയെങ്കിലും അദ്ദേഹത്തിന് അഭിഭാഷകരുമായി സംസാരിക്കാൻ ഉള്ള അവസരം കിട്ടിയിരുന്നോ, അല്ലെങ്കിൽ അവിടെ അവർ അപ്പിയർ ചെയ്തിരുന്നോ? സ്വാഭാവികമായും അഭിഭാഷകരുടെ നീക്കത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നമുക്കുണ്ടോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ പോലീസിന്റെ AR ക്യാമ്പിൽ നിന്ന് പത്തനംതിട്ട AR ക്യാമ്പിൽ ഇറക്കുന്നതിന് തൊട്ട് മുൻപേ തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് വസ്ത്രങ്ങളും മറ്റും കൈമാറാനായിട്ടായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് നിയമപ്രകാരം സ്വാഭാവികമായിട്ടും തന്റെ അഭിഭാഷകനെ ഉൾപ്പെടെ ബന്ധപ്പെടുന്നതിനും കുടുംബക്കാരെ അത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം അറിയിക്കുന്നതിനും നിയമപരമായുള്ള ഒരു പരിരക്ഷ ഏതൊരു പ്രതിക്കും അല്ലെങ്കിൽ കുറ്റാരോപിതനുമുണ്ട്. അക്കാര്യത്തിലുള്ള കാര്യങ്ങളെല്ലാം രാഹുലിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് വരുന്ന സമയത്തായിരിക്കും കൂടുതൽ ഒരുപക്ഷെ രാഹുൽ തന്നെ തന്റെ അഭിഭാഷകനോട് സംസാരിക്കുന്ന കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അനുവദിച്ചു കൊടുക്കാൻ 5 മിനിറ്റോ 10 മിനിറ്റോ സംസാരിക്കുന്നതിനുള്ള ഒരു സമയം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളൊരു സ്വാഭാവിക നടപടിയാണ്. രാഹുലിന്റെ അഭിഭാഷകൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാമ്യാപേക്ഷ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അത് ഫയൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ പോലീസ് ഇത്തരത്തിലൊരു ഗുരുതരമായ കേസ് ആയതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ തന്നെ ആയിരിക്കും റിമാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവുക. റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ റിമാൻഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴാണ് അത്തരത്തിൽ തിരുവനന്തപുരത്തേക്കാകാം ഒരു സാധ്യത എന്നുള്ളൊരു കാര്യം പറയുന്നത്. മറിച്ച് എന്താണെന്നുള്ള കാര്യം കോടതിയായിരിക്കും അതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ രാഹുലിനെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു കസ്റ്റഡി അപേക്ഷയും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം റിമാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടിൽ തന്നെ അന്വേഷണ സംഘം സമർപ്പിക്കുകയും ചെയ്യും. കോടതിയുടെ നടപടിക്രമങ്ങൾ പ്രകാരം ഇത്തരത്തിൽ ഗുരുതരമായ വകുപ്പുകളൊക്കെ ചുമത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വരും ദിവസങ്ങളിൽ അംഗീകരിച്ച് കസ്റ്റഡിയിലായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതേസമയം തന്നെയായിരിക്കും സമാന്തരമായിക്കൊണ്ട് പരാതി
പരാതിക്കാരി എത്തിക്കൊണ്ട് ഒരു രഹസ്യമൊഴി നൽകുകയും ചെയ്യുക. അതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ കൗണ്ടർ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതിനെന്തായിരിക്കും രാഹുൽ നൽകുന്ന മറുപടി, എങ്ങനെയായിരിക്കും ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുക എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക. മാത്രമല്ല രാഹുലിന്റെ മറ്റൊരു കേസിന് ഈ ജാമ്യ ഹർജി അടുത്ത ദിവസം വരുന്നത് ഈ ആഴ്ച തന്നെയാണ് കോടതിയിലേക്ക് വരുന്നത്, ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നത്. അത് പരിഗണിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസിൽ, അതായത് നിലവിൽ അറസ്റ്റിലാണ് ഈ പ്രതി എന്നുള്ള കാര്യം ഉന്നയിക്കുന്ന സമയത്ത് ജാമ്യ ഹർജിയുടെ കാര്യത്തിൽ മറിച്ചൊരു വിധിയും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ അനുകൂലമായ ഒരു വിധിയും പ്രതീക്ഷിക്കുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു തിരിച്ചടി കൂടെ നേരിട്ട് കഴിഞ്ഞാൽ മറ്റൊരു കേസിൽ കൂടെ ഇനി അറസ്റ്റ് രേഖപ്പെടുത്തി അതിലും കൂടെ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ള കാര്യത്തിലേക്കും എത്തും. യെസ്, എന്തായാലും അതിനാടകീയമായ സംഭവങ്ങളാണ് ഇന്നിപ്പോൾ നേരം പുലർന്നതിന് ശേഷം, ഇന്നലെ അർദ്ധരാത്രി മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ സമയം വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം നേരെ പത്തനംതിട്ടയിലെ AR ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു. നീണ്ട സമയത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്നു. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. ഇന്ന് റിമാൻഡാണ് സാധ്യതയുള്ള ഒരു ഘട്ടം. അതിനുശേഷം ജയിലിലേക്ക്. 1ഉം 2ഉം കേസുകളിൽ ജാമ്യം ലഭിച്ച് അല്ലെങ്കിൽ അറസ്റ്റ് തടഞ്ഞുള്ള കോടതി വിധിക്കൊക്കെ ശേഷം വീണ്ടും മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നതിനിടയിലാണ് വീണ്ടും അദ്ദേഹത്തിന് വലിയ കുരുക്കായി 3ാമത്തെ ഒരു കേസ് കൂടി ഉയർന്നു വന്നതും പരാതിക്കാരി കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതും ഇമെയിലിലൂടെ പരാതി ലഭിച്ചതും വീഡിയോ കോൺഫറൻസിലൂടെ മൊഴി നൽകിയതും ഒക്കെ. പക്ഷെങ്കിൽ കൂടിയും നേരിട്ട് ഹാജരാകണം പരാതിക്കാരി, അതിനുശേഷം നേരിട്ടുള്ള മൊഴി നൽകണം. ഇന്ന് രാത്രിയോടുകൂടി തന്നെ കാനഡയിലുള്ള പരാതിക്കാരി നാട്ടിലേക്ക് എത്തും എന്ന സൂചനകളുണ്ട്. അതിനുശേഷം രഹസ്യമൊഴി എടുത്തതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും 1-2 കേസുകൾ പോലെയല്ല, ഇതിൽ കൃത്യമായി തെളിവുകളുണ്ട് എന്ന് പോലീസ് പറയുന്നു. കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ പാകത്തിലുള്ള സംഭവങ്ങൾ ഈ കേസിലുണ്ട് എന്നാണ് പോലീസിന്റെ അവകാശവാദം. അതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇനിയുള്ള ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.